അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും തിരിച്ചു വരാമെന്ന കേരളത്തിലെ UDFന്റെ മോഹങ്ങൾക്ക് തടയിടുന്നതാണ് കേരള കോൺഗ്രസ്. UDFിലെ പ്രമുഖ ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന്റെ MP ഫ്രാൻസിസ് ജോർജിന്റെ വാക്കുകൾ. അദ്ദേഹം പറയുന്നത്, കേന്ദ്രത്തിലെ BJP സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തെ തങ്ങൾ സർവാത്മന പിന്തുണയ്ക്കും. അത് ന്യായമായ ഒരു ആവശ്യമാണ്. ഇനി ആരുടെയെങ്കിലൊക്കെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് കേന്ദ്ര സർക്കാർ ഈ തീരുമാനത്തിൽ പിറകോട്ട് പോകുമോ എന്നുള്ളതാണ് തങ്ങളുടെ ഭയം. അപ്പോൾ കേന്ദ്ര സർക്കാരിനേക്കാൾ കൂടുതൽ വാശിയിൽ വഖഫ് ഭേദഗതി നിയമം നടപ്പാക്കണം എന്നാണ് ഫ്രാൻസിസ് ജോർജ്, കേരള കോൺഗ്രസ് MP ഫ്രാൻസിസ് ജോർജ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടി അംഗമായ UDF പറയുന്നത് വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുമെന്നാണെങ്കിൽ അദ്ദേഹം പരസ്യമായിട്ട് ഈ ബില്ലിനെ പിന്തുണയ്ക്കും എന്ന് പറയുന്നു. അപ്പൊ ഇത് കേരളത്തിലെ UDFിനകത്തുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ കാതലായ ഒരു പ്രശ്നമാണ്. കാരണം കുറെ നാളുകളായിട്ട് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം UDFിൽ നിന്ന് അകന്ന് വരികയാണ്. അല്ലെങ്കിൽ കേരളത്തിലെ UDF ആണെങ്കിലും LDF ആണെങ്കിലും ന്യൂനപക്ഷ പ്രീണനം, ന്യൂനപക്ഷം എന്നാൽ മുസ്ലിങ്ങളാണ് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിന്റെ പരാതി. കാരണം അവരുടെ ന്യായമായ ആവശ്യങ്ങളോടൊക്കെ വിമുഖത കാണിക്കുകയാണ് കേരളത്തിലെ UDFും LDFും ചെയ്യുന്നത് എന്നാണ് അവരുടെ ആക്ഷേപം. അവരെ പിന്തുണയ്ക്കാൻ എത്തിയിരിക്കുന്നത് BJP മാത്രമാണ്. ഇപ്പൊ മുനമ്പത്ത് 400-ലധികം കുടുംബങ്ങളുടെ ഭൂമി വർഷങ്ങളായിട്ട് അവർ കൈവശം വെച്ച് വരുന്ന ഭൂമി, ആ ഭൂമിയിൽ ഇപ്പോ നികുതി അടയ്ക്കാനുള്ള അവകാശം പോലും ആദ്യം നിഷേധിക്കപ്പെട്ടു. കാരണം അത് വഖഫ് പ്രോപ്പർട്ടി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിന്റെയൊക്കെ നേതാക്കൾ അനുനയനവുമായിട്ട് രംഗത്ത് വരുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് മുസ്ലിം ലീഗിലെ തന്നെ പലരും സുന്നി മതസംഘടനകളുടെ ആളുകളൊക്കെ തന്നെ ഈ വഖഫിന് അനുകൂലമായിട്ടാണ്, അല്ലെങ്കിൽ 400ഓളം അവിടുത്തെ നിവാസികൾക്കെതിരായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഹിന്ദുക്കളായ ആളുകളുമാണ് മുനമ്പത്ത് താമസിക്കുന്നത്. അവരുടെ ഭൂമി വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നികുതി അടക്കാനുള്ള അവസരം നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ പിറകിലുള്ളത് വഖഫ് ആക്ടിലെ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമത്തിലെ പഴുതുകളാണ്. ഈ പഴുതുകൾ അടയ്ക്കാൻ വേണ്ടി വഖഫിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട്, വഖഫ് നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആരുടെ ഭൂമിയും വഖഫ് ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കുന്ന ഒരു നിലപാടാണ് വഖഫ് ബോർഡ് കൈക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കോൺഗ്രസ് UDF ഉള്ള കാലത്തുള്ള വഖഫ് ബോർഡാണെങ്കിലും LDF ഉള്ള കാലത്തുള്ള വഖഫ് ബോർഡാണെങ്കിലും ഇതേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം UDFന്റെ നിലപാടുകളോട് LDFന്റെ നിലപാടുകളോട് അകന്നാണ് കഴിയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ UDFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്രൈസിസ് ഉയർന്നു വന്നിരിക്കുന്നത്. കാരണം കേരളത്തിലെ ക്രൈസ്തവർ നല്ലൊരു വിഭാഗം വിശ്വസിക്കുന്നത് കേരളത്തിലെ LDF ആണെങ്കിലും UDF ആണെങ്കിലും അവർ മുസ്ലിം പ്രീണനം നടത്തുന്നു, വോട്ട് ബാങ്കിന് വേണ്ടി മുസ്ലിം പ്രീണനം നടത്തുന്നു, അവർ ക്രൈസ്തവ താല്പര്യങ്ങൾക്കെതിരായി നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ, ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം മൈനോറിറ്റി മാത്രമാണ്, ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് ഒരു കൺസിഡറേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു പരിഗണന കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി, അല്ലെങ്കിൽ അവരോട് അവഗണന കാണിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. അതുകൊണ്ടാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പൊതുവെ BJPയുടെ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് UDFിലെ പ്രമുഖ ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന്, പ്രത്യേകിച്ച് UDFിലെ ക്രിസ്ത്യൻ മതവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന കേരള കോൺഗ്രസ്, ആ കേരള കോൺഗ്രസിന്റെ പ്രതിനിധി പരസ്യമായിട്ട് കേന്ദ്രത്തിലെ BJP സർക്കാരിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നത്. അത് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. BJP സർക്കാർ മറ്റാരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി, പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾക്ക് സമ്മർദ്ദത്തിന് വഴങ്ങി ഇത്തരമൊരു ഭേദഗതി ബിൽ കൊണ്ടുവരുന്നതിൽ പിൻവാങ്ങരുത് എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അപ്പൊ BJPയേക്കാൾ താല്പര്യം തങ്ങൾക്കാണ് എന്നാണ് ഫ്രാൻസിസ് ജോർജ് പറയുന്നത്. ഇത് സ്വാഭാവികമായിട്ടും UDFിൽ പൊട്ടലും ചീറ്റലും ഉണ്ടാക്കും എന്നുള്ളത് വളരെ ഉറപ്പാണ്.